അപ്പോൾ ക്യാൻറ്റീൻ തന്നെ തുടങ്ങാം. അത് എല്ലാ അഭിമുഖങ്ങളിലും പറഞ്ഞതാണ്. പക്ഷെ അത് തന്നെ തുടങ്ങണമല്ലോ. അപ്പം ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളുടെയും ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് കുറേ ദിവസങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു 30 കൊല്ലത്തിന് ശേഷം ഗ്രാൻഡ് പ്രീ ഒരു ഇന്ത്യൻ സിനിമ വരിക എന്ന് പറയുന്നത് ഇത്ര ചെറിയ കാര്യമല്ല എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണോ കുറച്ചുകൂടെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരുപാട് വില കൊടുക്കുന്ന ഒരാളല്ല വ്യക്തിപരമായിട്ട്. തുറന്നു പറഞ്ഞ് ഇങ്ങനെ ഒരു അവാർഡോ അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു അർത്ഥമില്ലായ്മയുണ്ട് എന്ന് ഒരേപോലെ വിശ്വസിക്കും. എൻ്റെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങളുണ്ടാവില്ലേ, അതിൽ ആകെപ്പാടെ കുറച്ചാൾ ജീവിച്ചിരിക്കുന്നു, ചിലപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷീസ് തന്നെ മൊത്തമേ ഇല്ലാതാവാം. അങ്ങനെ ഒരു റിയാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനൊരു ഒരുപാട് അർത്ഥമൊന്നും ഞാൻ ഒന്നിനും അങ്ങനെ ഒരു ഇതിനകത്തല്ല ജീവിക്കുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കുമ്പോഴും ഇതിനൊന്നും ഒരു അർത്ഥവും ഇല്ലെന്നും കൂടെ എനിക്ക് അങ്ങനെയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ അതിനിപ്പോൾ എന്താ എന്ന് എനിക്ക് തോന്നുള്ളൂ. പക്ഷെ അതൊന്നും അല്ലാണ്ടൊരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉറപ്പായിട്ടും ഒരു പായലൊരു ഫീമെയിൽ ഫിലിം മേക്കർ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ട്. നമുക്കങ്ങനെ ഒരുപാട് സ്ത്രീ സംവിധായകരൊന്നും കൂടി ഇല്ല. അപ്പം അങ്ങനെ ഉള്ള ചില ആൾക്കാർ മാത്രം ഉള്ള സമയത്ത് അങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇത്രയും നാൾ പോവാതിരുന്നിട്ട് അങ്ങനെ ഒരാൾക്ക് കിട്ടുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം ഇതിലൊക്കെ എന്തർത്ഥം എന്നും എനിക്ക് ഒരേ സമയത്ത് തോന്നും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. മലയാള സിനിമയിൽ ശരിക്കും ഒരു സ്ത്രീ പ്രാതിനിധ്യമില്ല, അല്ലെങ്കിൽ സ്ത്രീ സംവിധായകരില്ല. ഇതൊക്കെ അഞ്ജലി മേനോൻ ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ ആക്ച്വലി ആ പോസ്റ്റ് കണ്ടിട്ടില്ല, ഞാൻ പോയി നോക്കണം. ഇത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ പോസ്റ്റ് ഇടുന്നു, അത് ചർച്ചയാകുന്നു. ആ കറക്റ്റ് സമയത്താണ് നിങ്ങളുടെ ആ ഒരു നേട്ടം വരുന്നത്. അതൊരു പ്രത്യേക ഒരു പക്ഷേ അത് പറയുമ്പോഴും നമ്മൾ കളിക്കും അത് മലയാളം സിനിമ, മലയാള ഭാഷ ആ സിനിമയിലുണ്ടെന്നല്ലാണ്ട് ഇത് മലയാള സിനിമ സംവിധായക അല്ല അവർ. പായലിൻ്റെതായ രീതിയിൽ ഫൈറ്റ് ചെയ്ത് പായലിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്തൊരു ഗ്രാൻറ്റും അവിടെ നിന്ന് ഉണ്ടായ പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണ് പായലിന് ഈ സിനിമ ഉണ്ടാക്കാൻ പറ്റിയത്. അത് തന്നെ പായലൊരു 8 വർഷം മുമ്പ് എന്നോട് പറഞ്ഞ കഥയാണിത്. ഇതിൽ ദിവ്യ ചെയ്ത കഥാപാത്രമാണ് ഞാൻ ചെയ്യാനിരുന്നത്. അത്രയും കാലമെടുത്തു അവരുടെ ഈ വിഷൻ കണ്ട് അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാളെ കിട്ടാൻ. ഓക്കെ, അത്രയും ഇപ്പം എല്ലാവരും വാവ് ഇത് ഭയങ്കര ഇതെന്ന് പറയുന്നു. എവിടെ പോയിരുന്നു ഇതൊക്കെ? ഈ സിനിമ സപ്പോർട്ട് ചെയ്യാൻ എത്രയോ ആളുകൾക്ക് 8 വർഷം മുമ്പും വരായിരുന്നു. അങ്ങനെ ചിലപ്പോൾ ഞാൻ ദിവ്യ ചെയ്ത ക്യാരക്ടർ തന്നെ ഞാൻ ചെയ്ത ക്യാരക്ടർ വേറെ ആരെങ്കിലും ആയിരിക്കും ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ആസ് എൻ ആക്ടർ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിനകത്ത് വേറൊരു ക്യാരക്ടർ ചെയ്തു, ദിവ്യയ്ക്ക് ഒരു അവസരം കിട്ടി, നല്ല കാര്യം. പക്ഷേ ഒരു സംവിധായക എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തുകാരി എന്നുള്ള നിലയിൽ പായലിന് എന്തിനാണ് ഇത്രയും കാലം എടുക്കേണ്ടി വന്നത് അത് സപ്പോർട്ട് കിട്ടാൻ, അല്ലേ? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, അതെന്താണ് ശരിക്കും പറയുന്നത്? സിനിമ ഇറങ്ങുന്നതിന് അല്ല, എന്നാലും അതിനൊരു എന്താ പറയുക, നമ്മളൊരു ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും കനിക്ക് അതിനെക്കുറിച്ച് ആ സിനിമയുടെ കഥ തന്തു എന്താണെന്നാണ്, എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഇന്നതാണ് കനി എങ്ങനെയാണ് പറയുക? എനിക്കൊന്ന് ഞാൻ ആ ഒരു 8 വർഷം മുമ്പ് വായിക്കുമ്പോഴും ഞാനും ആലോചിച്ചു പായൽ മലയാളി അല്ലാത്തൊരാൾ എന്താണ് മലയാളി നഴ്സുമാരെന്നൊക്കെ. ഞാനിപ്പോൾ പായലിനോട് ചോദിച്ചു. പായലിനെ അമ്മൂമ്മയെ നോക്കാനായിട്ടൊരു മലയാളി നഴ്സ് വന്നിരുന്നു. അപ്പം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത സമയത്ത് ഒരു പേഴ്സണൽ ഇതിൽ നിന്നാണ് പായൽ ഇങ്ങനെ ആലോചിച്ചു തുടങ്ങിയത്. പക്ഷേ ആ ഒരു പേഴ്സണൽ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇത്രയും വലിയൊരു രാജ്യമാണ്, നമുക്ക് പല ഭാഷകളുണ്ട്, ഇവിടെ പല സംസ്കാരമുണ്ട്. എനിക്ക് തെലുഗു അറിയില്ല, അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് മലയാളം അറിയില്ല, ഹിന്ദി പോലും എനിക്ക് നേരെ പറയാൻ അറിയില്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാം മറ്റ് പല സ്ഥലത്തും പോയിട്ട് ജോലി ചെയ്യും, അല്ലേ? അവിടുത്തെ സംസ്കാരം നമുക്കറിയില്ല, ഭാഷ അറിയില്ല, നമുക്ക് അവിടെ എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എനിക്കൊന്ന് ഈ പായൽ ഈ ബോംബെയിൽ ജീവിച്ചുകൊണ്ട് തന്നെ, ബോംബെ എന്ന് പറയുന്നൊരു നഗരം അങ്ങനെ പല നാട്ടിലുള്ള ആൾക്കാരെ ചേർത്ത് വെക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പലരും സർവൈവ് ചെയ്ത് വരുന്നതും അവരുടേതായ പല രീതിയിലാണ്. ചിലർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതാവും. ഇപ്പം സിനിമക്കാർ തന്നെ എനിക്ക് അറിയാവുന്നവരുണ്ട്, ബോംബെ പോയിട്ടും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നത്. ചിലർ എനിക്ക് പറ്റുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നേഴ്സ് പായലിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പായലിനെ കൊണ്ട് അവരുമായിട്ട് സംസാരിച്ചതുമൊക്കെയും പായലിന് അങ്ങനെ സ്വന്തം നാട്ടിൽ നല്ലാണ്ട് ഒരു നഗരത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ട് പായൽ ആലോചിക്കാൻ തുടങ്ങി തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു കഥ. അതിലെ ഈ ഒരു കഥ മെയിൻ സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമല്ല, അതിനകത്ത് ആണുങ്ങളുടെ കഥാപാത്രങ്ങളും ഒക്കെയും ഇൻഫാക്റ്റ് വന്ന് പോവാത്തൊരു കഥാപാത്രമൊക്കെ ഉണ്ട്, പറഞ്ഞ് മാത്രം കേൾക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കഥാപാത്രങ്ങളും അവരുടെ നാട്ടിൽ നിന്ന് മാറി ദൂരെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ ചിലർ പറ്റാതെ തിരിച്ചു പോകുന്നവരുണ്ട്, ചിലർ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കൂടെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ചിലർ അവിടുത്തെ സിസ്റ്റം തന്നെ അവരെ സർവൈവ് ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട് പെട്ടിയും കിടക്കെടുത്ത് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അങ്ങനത്തെ മനുഷ്യരുടെ ഒരു കഥയാണ് ഇത്. പായൽ എന്ന് പറഞ്ഞ സംവിധായകയെ കുറിച്ചാണ് പറഞ്ഞത്. അത് വേറെ മറ്റ് അഭിമുഖത്തിൽ വായിച്ചു, ഒരുപാട് തവണ ഷോട്ട് എടുത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് ഒരു വല്ലാത്തൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടിയോ?
ഞാൻ ഈ പറഞ്ഞ പോലെ നാടകം ചെയ്യുന്നതുകൊണ്ട് നാടകത്തിൻ്റെ ഡയറക്ടേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് നമ്മൾ ഷോർട്ടല്ല അവർ ഒരുപാട് എടുപ്പിക്കുന്നത്, അവർ റിഹേഴ്സലാണ് ചെയ്യിപ്പിക്കുന്നത്. പായൽ ഷോർട്ടും എടുപ്പിക്കും, പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ സിനിമയിൽ ഇവിടെ പലപ്പോഴും ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവാറില്ല. നമ്മൾ ആദ്യത്തെ ടേക്കൊക്കെ ചെയ്താൽ ഓക്കെ അടിപൊളി എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരു നടി എന്നുള്ള നിലയിൽ നമ്മൾ ചിലപ്പോൾ അത് ഒന്നും കൂടെ ഇങ്ങനെ ചില ഡയറക്ടേഴ്സ് ഒന്നും കൂടെ ചെയ്തോട്ടെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോഴും അവരൊരു എഡിറ്റ് ആലോചിച്ച് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാത്തവരും ഉണ്ട്. പക്ഷെ അതിൽ പായൽ എനിക്ക് തോന്നി റിഹേഴ്സലിനെ പായൽ അത് ഷൂട്ട് ചെയ്യും ചെറിയൊരു ക്യാമറയിൽ, എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് നോക്കും. അത് കാണും, അതിൻ്റെ അകത്തുള്ള കോസ്റ്റ്യൂം കളർ എല്ലാം നോക്കും. അത് കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഉള്ള ബഡ്ജറ്റ് വെച്ചിട്ട് തന്നെ എവിടെ ഇറങ്ങുന്ന എത്രയോ സിനിമയുടെ 1001 ബഡ്ജറ്റേ ഉള്ളൂ ഈ സിനിമയ്ക്ക്. പക്ഷേ അതിനകത്ത് പറ്റുന്ന അതിൻ്റെ റിസോഴ്സസ് ആ സിനിമ ഏറ്റവും നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്യാൻഡിലെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുന്നത്, ലോക സിനിമയിലെ പല ഭാഗത്തു നിന്നുള്ള എല്ലാവരും ചേരുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു റെഡ് കാർപ്പറ്റ്, ആ ഒരു വെളിച്ചം, അതൊരു ഒരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ. അതിപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചത് സ്വപ്നം പോലെ തോന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് എല്ലാം സ്വപ്നം പോലെയാണ് തോന്നുന്നത്. ഇത് ശരിക്കും സംഭവിച്ചോ ഇല്ലേ എന്ന് അങ്ങനെ എനിക്ക് തോന്നി. ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച മൊത്തവും കാരണം നമ്മുടെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഗോവയിലെ വീടും എൻ്റെ അവിടെ ആയിരിക്കുമല്ലോ, അവിടേക്ക് നമ്മളിതെല്ലാം ചെയ്തിട്ട് എത്തിച്ചേരുന്നു. അവിടെ എനിക്ക് റിയാലിറ്റി പോലെ തോന്നും. ബാക്കിയൊക്കെ ശരിക്കും നടന്നതാണോ അല്ലേ എന്ന് എനിക്ക് എപ്പോഴും എനിക്ക് കുറച്ച് വട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് ശരിക്കും സംഭവിച്ചില്ലെന്ന് എനിക്ക് എപ്പോഴും സംശയം. അപ്പം അതുകൊണ്ട് തന്നെ ഇതും അതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ശരിക്കും സംഭവിച്ച ഒരു കാര്യമാണോ അല്ലേ അങ്ങനെ തോന്നും. അത്ര ലൈറ്റായിട്ട് ഉള്ളിൽ ആണോ കനി എടുത്തോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ചോദിക്കാൻ കാരണം ഒരു കൃത്യമായിട്ടൊരു രാഷ്ട്രീയ നിലപാട് അതിനകത്ത് വ്യക്തമാക്കി അങ്ങനെ ഒരു ബാഗ് കൊണ്ടുപോവുക, അതിപ്പോൾ എല്ലാ അഭിമുഖത്തിലും പറഞ്ഞു. അതുകൊണ്ട് ലൈറ്റ്നസ് നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, സ്വപ്നം മാത്രമായിട്ട് കാണുന്നില്ല. കുറച്ചും കൂടെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നമ്മുടെ അനുഭവത്തിൻ്റെതാണ്. അതായത് പലപ്പോഴും ഞാൻ അവിടെ ജീവിക്കുന്ന ഒരാളല്ലല്ലോ, നമ്മളിപ്പോൾ അവിടുത്തെ കാലാവസ്ഥ, അവിടെയുള്ള മനുഷ്യർ, എൻ്റെ റിയാലിറ്റി എന്തായിരിക്കും. അപ്പം അത് എനിക്ക് സ്വപ്നമായിട്ട് തോന്നുന്നൊരു കാരണമുണ്ട്. കാരണം ആരും തിരിച്ചു വന്നിട്ടില്ല എൻ്റെ കൂടെ ഉള്ളവർ, അവരൊക്കെ അവിടെയാണ് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അത് യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്. ഇപ്പോൾ ദിവ്യൻ്റെ കൂടെ വന്നു എന്നിട്ട് നമ്മുടെ എടോ അന്ന് അവിടെ സംഭവിച്ചത് അതുണ്ടാവണമല്ലോ. അപ്പം ഞാൻ ആരോട് പറയായിരുന്നു ഇങ്ങനെ ദിവ്യ വന്നിട്ട് ഇരുന്നിട്ട് നമുക്ക് പറയാം. അപ്പോഴാണ് എനിക്കത് ഇവിടമായിട്ട് സിങ്ക് ആവുന്നത്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത്രയും ചർച്ച ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചിരുന്നോ? അതിപ്പോൾ ഒരു കനി അവിടെ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെയാണ് എപ്പോഴും ഇവിടെ എല്ലായിടത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കാര്യത്തിനേക്കാളും ഇത് ചെയ്ത ആൾക്കുള്ളൊരു ലൈറ്റിലോട്ട് അത് പോകും. അങ്ങനെ എനിക്ക് താല്പര്യം പൊതുവേ ഉള്ള ആളല്ല. ആ സ്റ്റേറ്റ്മെൻറ്റിനാണ് എനിക്ക് അതിലോട്ട് കാര്യത്തിലേക്ക് പോകുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് ഒരാൾ അത് ചെയ്തു അങ്ങനെയൊക്കെ എന്തിനാണ്? അവിടെ ഒരുപാട് പേര് അങ്ങനെ ചെയ്തവരുണ്ട്. ഇപ്പം ഞാൻ മാത്രമൊന്നുമില്ല, അവിടെ വന്നിട്ടുള്ള പല ആക്ടേഴ്സും ആർട്ടിസ്റ്റുകളും പലസ്തീനുള്ള ഐക്യദാർഢ്യവും അവരുടെ വേറെ ആർട്ടിസ്റ്റുകൾ വേറെ പല പല കാര്യങ്ങൾക്കും അങ്ങനെ ഓരോ അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ആൾക്കാരും ചെയ്ത റാമ്പ് എന്താണ് നമ്മുടെ റെഡ് കാർപ്പറ്റിലും ഒക്കെയും ചെയ്തവരുണ്ട്. അപ്പം എൻ്റെ അടുത്ത് അതിപ്പോൾ എനിക്കൊന്നും ഇവിടെ ഉള്ളവരായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്തായിരിക്കും. വളരെ ബോൾഡായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരാൾ പ്രകടമാക്കുന്നു, ആ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഒരു അതെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോകുമോ ഈ ഫെസ്റ്റിവലിന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഇവിടെ ഷൂട്ടായതുകൊണ്ട് ഇവിടെ ഉള്ള പാവം അവർ മനു അശോകൻ്റെ ഒരു വെബ് സീരീസാണ്, അവർ വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ അസോസിയേറ്റ് ഏട്ടൻ റീസ്കെഡ്യൂളൊക്കെ ചെയ്താണ് എനിക്ക് പോകാൻ തന്നെ പറ്റുന്നത്. അപ്പോൾ പോകാൻ പറ്റും എന്നറിഞ്ഞപ്പോൾ എന്തായാലും യുദ്ധത്തിനെതിരാണ് ഞാൻ. അപ്പോൾ മനുഷ്യരങ്ങനെ മരിക്കുന്നു, നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുന്നു ഹായ് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഇതെന്തൊരു അസംബന്ധമായ റിയാലിറ്റിയാണ് എന്നെനിക്ക് തോന്നുകയാണ്, അസംബന്ധമായിട്ട് തോന്നുകയാണ്. ഇങ്ങനെ സിനിമ അവിടെ പോകുന്നു, ഞാൻ റെഡ് കാർപ്പറ്റിൽ ഹായ് എന്ന് പറഞ്ഞ് നടക്കുന്നു, അതേ സമയത്ത് എന്തൊരു അസംബന്ധമാണ് ഈ ലോകം എന്ന് തോന്നുന്നു. അപ്പോൾ അസംബന്ധമായിട്ട് തന്നെ കാണിക്കണം എനിക്ക് തോന്നും ചില സമയത്ത്. അതായത് അതൊരു ഭയങ്കര ഒരു എന്തൊരു ലോകം എന്ന് നമ്മളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവില്ലേ. അതുകൊണ്ടാണ് അത്. അപ്പം ഈ പറഞ്ഞ പോലെ കുറേ പേര് വാട്ട് അബൌട്ട് ട്രീ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ ചോദിക്കാത്തത്? അങ്ങനെയല്ല, ഇതെല്ലാം അസംബന്ധം തന്നെയാണ്. ഇങ്ങനെ ഒരു അത് എത്ര പറഞ്ഞാലും ഏറ്റവും എന്നെ പേഴ്സണലി ഏറ്റവും എഫക്റ്റ് ചെയ്യുന്ന ഇതായതുകൊണ്ടാണ് ഞാനത് ആലോചിക്കുന്നത്. അപ്പം അതുകൊണ്ട് മറ്റൊന്നിനും വില കുറച്ച് കാണുകയോ വേറൊരിടത്ത് കൊല നടന്നത് ശരിയാണെന്നോ അല്ലെങ്കിൽ മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യുന്നത് ശരിയാണെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ശരിയാണെന്നോ ഒന്നും അതിനർത്ഥമില്ല. ഇതെല്ലാം തെറ്റ് തന്നെയാണ്. നമ്മളെ കൊണ്ട് പറയാൻ കഴിയുന്നത് നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ എല്ലാം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് എനിക്കൊന്നും എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് ഞാൻ ദിയ, അവരൊരു സ്റ്റൈലിസ്റ്റാണ്, അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇതിനെ എന്ത് ഉൾപ്പെടണം ഇതൊന്നും അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല ഞാൻ, ഇങ്ങനെ ഒരുപാട് അതിനെപ്പറ്റി ആലോചിക്കുക. അപ്പം ഞാൻ പറഞ്ഞു
നിങ്ങളുടെ കടയിൽ ഏതെങ്കിലും കാണുന്നത് ഞാൻ മേടിക്കും. ഇതുപോലെ കൊളാബറേഷനും എനിക്ക് വയ്യ. ഞാൻ ഇനിയും ഇടുന്ന എനിക്ക് തോന്നുന്ന ഉടുപ്പ് എന്തെങ്കിലും ഞാൻ മേടിക്കാം. അപ്പോൾ അതിലെനിക്ക് ചിലപ്പോൾ ഒരു എംബ്രോയിഡറി, എനിക്കിങ്ങനെ പാലസ്തീൻ ഐക്യദാർഢ്യം വേണമെന്നുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം. അപ്പം ഒന്നുകിൽ എംബ്രോയിഡറി എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അവളുമായിട്ട് ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്താണ് അവസാനം അതൊരു ക്ലച്ചിലേക്ക് എത്തുന്നത്. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് നിന്നുകൊണ്ട് അത്തരം ചില അറ്റംപ്റ്റ്സ് ഒക്കെ ചെയ്തു പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ കുറച്ചും കൂടെ വളരെ സേഫ് സോണിൽ നിന്നുകൊണ്ട് മാത്രം അഭിപ്രായം പറയുന്ന, പ്രകടമാക്കുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലും ഞാൻ അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും ഇത് ഡിമാൻഡ് ചെയ്യണം എന്നൊന്നും പറയില്ല. മനുഷ്യത്വമൊക്കെയുള്ള മനുഷ്യർ തന്നെയാണ് എല്ലാവരും. അത് അവരവരുടെ സർവൈവൽ അല്ലേ. അതുപോലെ ഞാനും സേഫ് സോണിലല്ലാത്ത ഒരാളാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കും സേഫ് സോണുകളും എനിക്കും പേടിയും സർവൈവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും യാത്രയും ഓരോരുത്തരുടെയും എത്തപ്പെടലും അവരവരുടേതായിട്ടാണ്. മറ്റ് പലരുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ അടച്ചാക്ഷേപിക്കല്ല, എങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ട്, സാമൂഹ്യപരമായിട്ട്, അല്ലെങ്കിൽ ലിംഗപരമായിട്ട്, ഇപ്പോൾ ഒരു ജെൻഡർ ബേസ് ഒക്കെ ആണെങ്കിലും അത്തരം അഭിപ്രായങ്ങളൊക്കെ പറയാൻ പൊതുവെ കുറച്ച് മടി കാണിക്കുന്ന ഒരു ഇൻഡസ്ട്രി. അതിൽ നിന്ന് കുറച്ചൊക്കെ മാറിയില്ലേ നമ്മൾ? എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ടത്തെ ഞാൻ വളർന്നു വന്നപ്പം എനിക്ക് ഈ വർഷം 39 വയസ്സാവും. ഞാൻ കണ്ടിട്ടുള്ളതിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് കുറേ കൂടി ആളുകൾക്ക് ആ പറയാനുള്ള ധൈര്യമൊക്കെ വന്ന് തുടങ്ങുന്ന പോലെയും അറ്റ്ലീസ്റ്റ് പേഴ്സണലി പറയാനോ അതൊക്കെ എനിക്കൊരു ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതിനകത്തൊക്കെ വിള്ളലുകളൊക്കെ ഉണ്ടാവും. എന്നാലും കുട്ടിക്കാലത്ത് ഞാൻ ചിലപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ടീനേജ് കഴിഞ്ഞ സമയത്ത് മലയാള സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പം ചുറ്റുപാടും കാണുന്ന മനുഷ്യരെക്കാളും ഒക്കെ വളരെ മെച്ചപ്പെട്ട ആൾക്കാരാണ് അടുത്ത തലമുറ വരുന്നവരും ഒക്കെ. പിന്നെയും അവർക്ക് കുറച്ചും കൂടെ ഒരു അക്സെപ്റ്റൻസും കേൾക്കാനുള്ള മനസ്സും ഒക്കെ ഉള്ള അവരുടെ എണ്ണം കൂടുന്നുണ്ട്. ഇപ്പം കനിയുടെ ഒരു കരിയർ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു റെഡ് കാർപ്പറ്റ് വിരിച്ച് അതിൽ കൂടെ നടന്നു വന്ന ആളല്ല കനി. അതിൽ കുറച്ച് സ്ട്രഗിൾ, ഈ പറഞ്ഞ പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കുറേ ഫീൽ ചെയ്തിട്ട് വന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ വരുമ്പോൾ അതിൽ ഇപ്പോൾ ഈ ഉച്ചനീചത്വം എന്നുള്ളൊരു വാക്ക് തന്നെ ഞാൻ പറയാം, അതിലൊക്കെ ഒരു വ്യത്യാസം വന്നേക്കും അങ്ങനെ വിചാരിക്കുന്നു. ഇതിൻ്റെ അനുഭവം ഇനി മുമ്പോട്ട് പോയാലേ പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോയെന്ന്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട് അതിന് ശേഷം. കാരണം അതിന് മുമ്പ് എൻ്റെ കൂടെ ഒക്കെ ഉള്ള ഇതുപോലെ തന്നെ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരും എനിക്കും എല്ലാം നമ്മളൊരു പൈസ ഇത്രയും ദിവസത്തിന് ഇത്രയും പൈസ ഒക്കെയാണോ, അപ്പോൾ അത് ചോദിച്ച് അത് നെഗോഷിയേറ്റ് ചെയ്താൽ പോലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതിനേക്കാളും പൈസ ചിലപ്പം അവർക്കുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കൊന്നും തരില്ല. അല്ലെങ്കിൽ പിന്നെ സമയത്ത് എഗ്രി ചെയ്ത പൈസ സമയത്ത് തരില്ല. നമ്മളൊരു 10 ഫോൺ ചെയ്താലേ തരുള്ളൂ. അതെന്തുകൊണ്ടാണ്? സ്റ്റാറും മെയിൻ ലീഡായിട്ടുള്ള ആക്ടേഴ്സിന് മാത്രമാണ് കോൺട്രാക്റ്റ് ഒക്കെ ഉള്ളത്. അല്ലാത്ത ആക്ടേഴ്സിനൊന്നും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സാധനം ഇവിടെ ഇല്ല. അപ്പം അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് മിനിമം കിട്ടേണ്ട വേതനത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഒരു ആക്ടറിന് ഇത്ര ആയിരിക്കും, ഈ ഒരു ലെവലിലുള്ള ഇത്രയും വർക്ക് ചെയ്ത് അങ്ങനെ അതൊന്നുമില്ല ഇവിടെ. ഓരോ സിനിമയ്ക്കും അതിൻ്റേതായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും. ഈ ആക്ടേഴ്സിന് അങ്ങനെയുള്ള ആക്ടേഴ്സിന് മാനേജറിനൊന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരു ടാലൻറ്റ് ഏജൻസി ഇവിടെ ഇല്ല. അപ്പം അതിങ്ങനെ ഒരുപാട് സമയം ഈ ആർട്ടിസ്റ്റുകളുടെ പോവാണ്. പിന്നെ ഈ പൈസ കറക്റ്റ് കിട്ടില്ല. നമ്മളെ ട്രീറ്റ് ചെയ്ത് നമ്മളോട് മിണ്ടുന്ന രീതിയിലും നമ്മളോട് ഇടപെടുന്ന രീതിയിലും ഒക്കെ അങ്ങനെ ഒരു ഡിസ്റെസ്പെക്റ്റ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് ആവശ്യത്തിന് കിട്ടാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഫിലിം ഫെയർ അവാർഡൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അതൊക്കെ ആ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ കേരളത്തിലാണെങ്കിൽ ആളുകൾ പെരുമാറുന്ന രീതി ഭയങ്കര മാറ്റം. കോൺട്രാക്റ്റ് വേണമെന്നുണ്ട്. ഈവൻ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ സമയത്ത് വന്നു പോകുന്ന റോളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് പോലും ഞാൻ കോൺട്രാക്ട് ചെയ്ത് എനിക്ക് തരും ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ ചോദിച്ചു ഇതിനു മുമ്പ് എനിക്ക് ഇനിയിപ്പം ഒരുപാടുള്ള റോളിലാണെങ്കിലും കോൺട്രാക്റ്റ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടുള്ളതാണോ അതോ ഒരു സിസ്റ്റം ആരും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാത്തതാണോ? ഈ ഒരു വലിയ ആ ഒരു റെക്കഗ്നിഷൻ നിൽക്കുന്ന സമയത്തും വേറെ തരത്തിലുള്ള ക്രിറ്റിസിസം, ഇപ്പം ബിരിയാണിയുടെ പേരിൽ അങ്ങനെ ഒരു ക്രിറ്റിസിസം വന്നു, ഇസ്ലാമോഫോബിക് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങനത്തെ ഒരു വിമർശനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉയർന്നു വരും. അതിൽ മറുപടി പറയും, ഡയറക്ടർ അതിന് റിപ്ലൈ പറയുകയും അങ്ങനത്തെ ഒരു വിഷയത്തിലേക്കൊക്കെ പോയി. അതൊക്കെ എന്തിനാണ് ഈ സമയത്ത് അങ്ങനെ വിചാരിച്ചോ? അങ്ങനെ ഞാൻ ഒരുപാട് ഈവൻ സജിനും പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അത് അത്. അപ്പോൾ സജിൻ്റെ അഭിപ്രായം എനിക്കങ്ങനെ ഈ സമയത്തൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒരു സോളിഡാരിറ്റി ഞാൻ കാണിക്കുമ്പോൾ അതിനെ കനി കാണിച്ചു, കനി ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് എഴുതുമല്ലോ. അങ്ങനെ പൊതുവേ ഇപ്പം നമ്മൾ ഞാനെന്നല്ല എക്സ് ഓർ വൈ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ധൈര്യം കാണിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോഴോ ഒരുപാട് പേര് അതിനെ പ്രൈസ് ചെയ്യും, ഇങ്ങനെ വാവ് എന്നുള്ള രീതിയിൽ കാണിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പക്ഷേ ഇങ്ങനെയും ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരാൾ സ്വാഭാവികമായിട്ടും ആലോചിക്കുമല്ലോ. അതിപ്പം ആരായാലും ആലോചിക്കും. നമുക്ക് വിമർശിക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടത് വരുന്നതെന്ന് എനിക്ക് തോന്നിയത് എൻ്റെ പ്രവൃത്തിനെ ഐഡിയലൈസ് ചെയ്യാനാണ് ആളുകൾ ശ്രമിക്കുന്നത്.
എപ്പോഴും നിലപാടുള്ള ഒരാൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഐഡിയലൈസ് ചെയ്യും. അങ്ങനെ ഒരു പരിപൂർണമായിട്ട് ശരി എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തികൾ ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രമിക്കുന്നവരുണ്ട്, പരമാവധി ശ്രമിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനത്തെ എൻ്റെ ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ തന്നെ പല നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് എന്ത് സാഹചര്യം വരുമ്പോഴും ഒരിക്കലും അവരുടെ ഇൻറ്റഗ്രിറ്റി കളയാതെ ശരിക്കും ഒപ്പം നിൽക്കുന്ന നല്ല മനസ്സാക്ഷിയുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഞാൻ അങ്ങനെ ഒരാളല്ല. എൻ്റെ സർവൈവലിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതെനിക്ക് എന്നും അന്നും ഇന്നും ഇപ്പോഴും ഇനി ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അൺലെസ് ഇനി ഇതുപോലെ എന്തെങ്കിലും വലിയ മാറ്റം സ്വഭാവത്തിൽ വന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സോളിഡാരിറ്റി കാണിക്കുമ്പോൾ ആളുകൾ, ഞാൻ പറഞ്ഞിട്ട് ഞാനല്ല ഞാൻ ഐഡിയലൈസ് ചെയ്യുന്നത്, പക്ഷേ ആളുകൾ നാച്ചുറലി ഐഡിയലൈസ് ചെയ്യുമ്പോൾ മറ്റു മനുഷ്യർ അങ്ങനെ ഐഡിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, അവർ ഇങ്ങനെയും ചെയ്ത ഒരാളാണ് എന്ന് പറയും. അതൊരു സ്വാഭാവികമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിലൊരു തെറ്റോ ശരിയോ അങ്ങനെയൊന്നും ഞാൻ വരിക്കുന്നില്ല. നമ്മൾ പറയാത്ത കാര്യങ്ങളും ഞാൻ പറയാത്തതും ചെയ്യാത്തതും കാര്യങ്ങൾ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് വരുമ്പോൾ മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ട്, മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല. അല്ലാണ്ട് ആളുകൾ അത് ചോദിക്കുന്നത് ഈ സമയത്ത് കുറച്ച് കാണിക്കുന്നു, അങ്ങനെയൊന്നും അതിലൊന്നും ഒരു തെറ്റുള്ളതായിട്ട് കേരള സ്റ്റോറി ആ പൊളിറ്റിക്സുമായിട്ട് ചേർന്നില്ല, അതുകൊണ്ട് ചെയ്തില്ല. അതെന്താ അങ്ങനെ കേരള സ്റ്റോറി എന്നുള്ള സിനിമ ആ ഡയറക്ടറിന്റെ അതുപോലെ തന്നെയുള്ള വേറൊരു സിനിമ വരുന്നുണ്ട്. അത് വിളിച്ചപ്പോൾ ഞാൻ ചെയ്തില്ല. അതെന്ന് വെച്ചാൽ അത് ഇപ്പം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ശരിക്കും കോവിഡ് സമയത്താണ് എനിക്ക് ഓക്കെ കമ്പ്യൂട്ടർ എന്ന് മറ്റൊരു സീരീസ് ഞാൻ ചെയ്തിരുന്നു ഹിന്ദിയിൽ, സയൻസ് ഫിക്ഷൻ കോമഡി. അതിന് തൊട്ടടുത്ത കോവിഡ് തുടങ്ങിയ സമയത്താണ് എനിക്ക് ഹിന്ദിയിൽ നിന്ന് ഓഡിഷൻസ് വരാൻ തുടങ്ങിയത് ആദ്യമായിട്ട് ജീവിതത്തിൽ. അങ്ങനെ ഓഡിഷൻസ്, അപ്പോൾ ആ ഓഡിഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചില വർക്കുകൾ കിട്ടുകയും അപ്പോൾ എനിക്കൊരു സാമ്പത്തിക സ്ഥിരത, കുറച്ച് നമുക്കൊരു ഓക്കെ സമാധാനിക്കാം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ സാഹചര്യമാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ടുള്ളത്. ആ സാഹചര്യം ഉള്ളത് കൊണ്ട് എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നുണ്ട് പലതും. അപ്പോൾ ആ സാഹചര്യം ഇപ്പോൾ അടുത്ത വർഷം നമ്മൾ ആക്ടേഴ്സ് പലപ്പോഴും ഫ്രീലാൻസ് അല്ലേ, അപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ എനിക്കൊരു വർക്കും ഇല്ല. അപ്പോൾ ഇനി അതേ വരുള്ളെങ്കിൽ എന്ത് വേണം ശരിക്കും കയ്യിലില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അപ്പോഴും ചെയ്യുമായിരിക്കും എന്ന് ഞാൻ വരിക്കും. ഇപ്പോഴേ ഒരു അല്ലെങ്കിൽ എനിക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റിയ പൈസ കൊണ്ട് എനിക്ക് ഓടുന്നവരെനിക്ക് പറ്റുമായിരിക്കും. അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും എന്തെങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വരാമല്ലോ ഈ ഫ്രീലാൻസ് ആക്ടേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വികസിത രാജ്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആക്ടേഴ്സ് വർക്ക് ചെയ്യാത്ത സമയത്ത് ഒരു മിനിമം വേതനം എല്ലാ മാസവും കൊടുക്കും. നമ്മുടെ രാജ്യത്തിന് ആ ഒരു അവസ്ഥ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, ഒക്കെ ആവാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യില്ല. കനി എന്ന് പറയുന്ന ഒരാൾ, മൈത്രേൻ്റെയും ജയശ്രീയുടെയും മകള്, അവരുടെ ഒരു ഐഡിയോളജി അത് സ്വാധീനിച്ച ഒരു തലമുറയുണ്ട്. സ്വാഭാവികമായിട്ടും അടുത്ത ജനറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് കനി ഇങ്ങനെ ചെയ്യണം എന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എന്ന് സ്വയം തോന്നുന്നുണ്ടാവും. അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ടോ? കുറച്ചും കൂടെ അങ്ങനെ എനിക്ക് മൈത്രേനും ജയശ്രീ ചേച്ചിയും അങ്ങനെ തന്നെ ആ ഒരു രീതിയിൽ ഫീൽ ചെയ്യിപ്പിച്ച ചിലപ്പോൾ എനിക്ക് തോന്നിയേനെ. ഒന്നാമത് ജയശ്രീ ചേച്ചിയും മൈത്രേനും തന്നെ വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയവും ഒരുപാട് കാര്യങ്ങൾ ഓവർലാപ്പിങ്ങും ഉണ്ട്. പക്ഷെ ഒരുപാട് കാര്യത്തിൽ വളരെ സൂക്ഷ്മമായിട്ടാണെങ്കിലും വളരെ വ്യത്യസ്തമാണ്. ആ സൂക്ഷ്മതയിലാണല്ലോ വ്യത്യാസം ഏറ്റവും ഇരിക്കുന്നത് ഞാൻ ഇരിക്കുന്നത് ഉള്ള 2 വ്യക്തികളാണ്. പക്ഷെ അവർ ഒരുമിച്ച് ജീവിച്ചു, അവരൊരു കുട്ടിയെ ഉണ്ടാക്കി, അവർ വളർന്നാക്കി. അത്രയും വ്യത്യാസങ്ങളുള്ളപ്പോൾ പോലും ഒരുമിച്ച് ഞാൻ വളരുന്നവരെ ഒരുമിച്ച് നിന്നത് ചെയ്ത ആൾക്കാരാണ്. അതിലെനിക്ക് അവർ 2 പേർക്കുള്ള പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ എന്താണോ അത് ഞാൻ ആവുള്ളൂ, അല്ലാണ്ട് അവർ വളർത്തിയത് കൊണ്ട് ഞാൻ ഈ ഒരു എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് ഞങ്ങൾ 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഞാൻ എന്ത് ചെയ്താലും ചിലപ്പോൾ അവരതങ്ങനെ ചിലപ്പോൾ എന്നെ വിമർശിക്കും, അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നല്ല ഞാൻ പറയാം. എന്ത് ചെയ്താലും ഓക്കെ അടിപൊളി എന്ന് പറയുന്നല്ല, നീ ചെയ്തത് ശരിയല്ല എന്ന് തന്നെ വിമർശിക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് അവരുടെ മകളായതുകൊണ്ട് ഇത് ഞാൻ ചെയ്യണം അങ്ങനെയൊന്നും ആരെയും പരിപൂർണമായിട്ട് വ്യക്തി സ്വാതന്ത്ര്യം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വേറൊരാൾക്ക് അങ്ങനെ അവകാശപ്പെടാനൊന്നും പറ്റില്ലല്ലോ. ആ രീതിയിൽ അവകാശപ്പെടാൻ നല്ല ആഗ്രഹിച്ചിട്ട് പോലും കാര്യമില്ല, വേറൊരാൾ ആ വഴിക്ക് പോകും, നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കൊന്നും ആ തിരിച്ചറിവൊക്കെ അച്ഛനമ്മ എന്നുള്ള അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ജയശ്രീ ചേച്ചി ഒരു ഡോക്ടറാണ്, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജോലിയും സ്ഥിരതയൊക്കെ ആ രീതിയിൽ ഉണ്ടാവാം. മൈത്രേന് അതൊന്നും അല്ല. മൈത്രേന് വേറെ തരം ധൈര്യം ഉള്ള, ചിലപ്പം 10-20 വയസ്സിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മൈത്രേന് വേറൊരു ധൈര്യമുണ്ട്. എനിക്ക് ഇപ്പം ഇത് പോട്ടെ, ഇപ്പം ചോദിച്ച ചോദ്യത്തിന് വരാനാണെങ്കിൽ വളരെ പേഴ്സണലി പറയാനാണെങ്കിൽ തന്നെ ജയശ്രീജിക്കും മൈത്രേനും അങ്ങനെയൊന്നും പല പേടികളും ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കനിയും സ്ക്രീനിൽ കാണുന്ന കനിയും സ്വന്തമായിട്ട് എത്ര വലിയ ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്? സ്ക്രീനിലെ കഥാപാത്രമല്ലേ? അതെ, ഞാൻ ചോദിക്കുന്നത് പൊതുവെ കഥാപാത്രം ഞാൻ ആയിട്ടില്ല. അല്ല, എന്നാലും അങ്ങനെ ഒരു പോർട്രേ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ കനിയാണ് അങ്ങനെ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആ ഒരു ടൈപ്പ് ഒരു പിക്ചറാണോ ആൾക്കാർക്കുള്ളത്? വളരെ ലൈറ്റായിട്ട് എനിക്ക് അങ്ങനെ എല്ലാം ഏറ്റെടുക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുന്ന ഒരു കനി
സ്ക്രീനിലായിരിക്കില്ല, പക്ഷെ ഷൂട്ട് ചെയ്യുന്നിടത്ത് ആളുകൾക്ക് എൻ്റെ സ്വഭാവം അറിയാം. അപ്പോൾ കാരണം ഇത്തിരി ധൈര്യമൊക്കെ ഉള്ള ചില കഥാപാത്രങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ എപ്പോഴും പേടിച്ചാണ് ഇത് ചെയ്യണമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് എന്തോ ഇത്. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള കോ ആക്ടേഴ്സൊക്കെ നല്ല നല്ല മിടുക്കി പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല ഞാൻ ഇപ്പം തന്നെ തമിഴിൽ വസന്ത് ബാലൻ സാറിന് ഒരു ഇതിൽ തോക്ക് മേടിക്കുക, ആ തോക്ക് പിടിക്കാൻ തന്നെ പറ്റുന്നില്ല. അവരൊരു ഇത് എന്തോ ഇത് പൂച്ചണ്ട് പിടിക്കുന്ന പോലെയാണോ തോക്ക് പിടിക്കുന്നത്, അങ്ങനത്തെ പലതിനും എന്നെ സത്യത്തിൽ കൊള്ളത്തേ ഇല്ല. ഞാൻ നല്ല കഷ്ടപ്പെട്ട് അഭിനയിക്കണം, അങ്ങനെ അപ്പോഴും ശരിയാവാറുമില്ല. സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ഇരിക്കും അത് വളരെ ബോറായിട്ടാണ് പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ തോന്നും. പക്ഷെ ആ ഒരു തരം ഇത് അതെനിക്കൊന്ന് സ്ക്രീനിൽ ആളുകൾക്ക് അറിയുമെന്ന് അറിയില്ല. കാരണം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ പോലെയാണ് ഒരാളെന്ന് ഒരാൾക്ക് തോന്നാലോ. അല്ല, ഞാനിങ്ങനെ ഒന്ന് വരച്ചു നോക്കുക. അപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് കോംപ്ലക്സ് ആണ്. ചിലപ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാൻ ചില സമയത്ത് മടിയുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് തോന്നുക, ചില സമയത്ത് നേരെ തിരിച്ചാണെന്ന് തോന്നുക. അങ്ങനെ മൊത്തത്തിലൊരു കോംപ്ലിക്കേറ്റഡ്. എനിക്കൊരു കോംപ്ലിക്കേറ്റഡും ഇല്ല. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് സ്പേസിലാണ്. ഇതെല്ലാം കമ്പാർട്ട്മെന്റ് ചെയ്യണം പറ്റണമല്ലോ. ഇത് നമ്മൾ ഇതെല്ലാം കൂടി ഒരു കാര്യമല്ലല്ലോ. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ വെച്ചാൽ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം, എൻ്റെ വീട്ടിലും എൻ്റെ ചുറ്റുപാടും. അപ്പം എങ്ങനെ ഒരു ജോലി ആയിരിക്കണം ഞാൻ ചെയ്യേണ്ടിയിരുന്നത്? വീട്ടിനടുത്തുനിന്ന് പോയി വരുന്ന തരം ജോലികളുണ്ടല്ലോ ഈ നാട്ടിൽ. അങ്ങനെ ഒരു ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഞാനൊരു നടി ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യേണ്ടി വരും, പുതിയൊരു ഹോട്ടലിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും, പുതിയ ആൾക്കാരെ പരിചയപ്പെടണം. ഇതൊക്കെ കംഫർട്ടാണെന്ന് വെച്ചാൽ എനിക്ക് അത്ര കംഫർട്ടല്ല. പിന്നെ നമ്മളത് സർവൈവ് ചെയ്ത് അത് ചെയ്താൽ പഠിക്കണം. എല്ലാ മനുഷ്യരും എല്ലാം ഇഷ്ടമുള്ള കാര്യം ചെയ്തല്ലല്ലോ ജീവിക്കുന്നത്. എല്ലാവരും അത് നെഗോഷിയേറ്റ് ചെയ്ത് പറ്റുന്ന സാഹചര്യം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആണല്ലോ ജീവിക്കുന്നത്. അത് ഞാനും ചെയ്യുന്നു. അത് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഏതാണ് ഏറ്റവും ഇഷ്ടം, അയ്യോ ഒരിടത്ത് വീട്ടിൽ തന്നെ നിന്നാൽ മതി ചോദിച്ചാൽ അത് തന്നെയാണ്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഷൂട്ടുകളെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പോകാൻ ഇഷ്ടമായിരിക്കും. നമ്മളിപ്പം ഹോളിവുഡിലൊക്കെ LA-യിലല്ലേ ആളുകൾ ആക്ടേഴ്സ് ജീവിക്കുന്നത്. അവർ കാർ ഓടിച്ച് അവരുടെ സ്റ്റുഡിയോ പോകുന്നു, അഭിനയിക്ക് തിരിച്ചു വരും. അത് എനിക്ക് പറ്റും, അഭിനയിക്കാനാണെങ്കിലും എനിക്ക് പറ്റും ചിലപ്പോൾ. കാരണം വീട്ടിൽ നിന്ന് തന്നെ പോയി കിടന്നുറങ്ങാം, എനിക്കിഷ്ടമാണ്. പിന്നെ വല്ലപ്പോഴും എങ്ങാനും വേറെ ലൊക്കേഷനിലൊക്കെ യാത്ര, അത് ഓക്കെയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. നമ്മൾ പല പല സ്ഥലത്താണ് ഷൂട്ട് ചെയ്യണം, വീട്ടിലൊക്കെ പോകാൻ തന്നെ സമയം കിട്ടത്തില്ല. അതൊന്നും എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ അല്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ചോയ്സസ്, ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ബന്ധത്തിലൊന്നും എനിക്കങ്ങനെ ഒരു എനിക്കൊരു എന്താ പറയുക റിഗ്രറ്റോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ അങ്ങനെ തോന്നുന്നില്ല. ഈ PH3 പാർട്ടികളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാളാണോ? അങ്ങനെ പേജ് 3 പാർട്ടി എന്താന്ന് തന്നെ എനിക്ക് ചിലപ്പം ഇപ്പോഴായിരിക്കും അറിയാവുന്നത്. ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ആ സിനിമ കാരണം എനിക്കതെന്താ അത് അങ്ങനെ അങ്ങനെ വിളിച്ചെനിക്കറിയില്ല. നമ്മുടെ ഇതിൽ സുഹൃത്തുക്കൾ പോകുന്നു വരുന്നോ അങ്ങനെയൊക്കെ ചോദിക്കും, നമ്മൾ എന്നാ പോയാലോ, അത് ആ ദിവസത്തെ മൂഡ് അനുസരിച്ചൊക്കെ. അല്ലാതെ ഇപ്പൊ ലൈഫിൽ ഒരുവിധം നല്ല സന്തോഷമുള്ള ഒരു സമയത്ത് കൂടിയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും എനിക്ക് ജീവിതത്തിൽ സന്തോഷം കടന്നു പോകാത്ത എനിക്കൊന്ന് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു 2 വർഷം എൻ്റെ അടുപ്പമുള്ള ഏറ്റവും എൻ്റെ അടുത്ത സുഹൃത്തും അങ്ങനെ കുറച്ച് പേര് മരിച്ചു പോയിട്ടുണ്ട്. എനിക്ക് 2021-22 മരണം, അസുഖം, അങ്ങനെ ഒന്നൊന്നുമല്ല 5-6 പേര് എല്ലാ മാസവും ഒന്ന് കഴിഞ്ഞു. അപ്പോൾ എനിക്കൊന്നും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ട്രാജഡി ഒരു സീരീസ് പോലെ ഇങ്ങനെ വന്നിട്ട് എനിക്കതെങ്ങനെ ഫേസ് ചെയ്യാൻ, അതിൽ കൂടെ എങ്ങനെ സർവൈവ് ചെയ്ത് വരേണ്ടത് ഇപ്പോഴും ഞാനത് പ്രോസസ്സും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഈ പ്ലാനിങ് ഭയങ്കരമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിലും ഒരു 10 വർഷം കുറച്ച് ഓക്കെ, അവർ 5 വർഷം കനി കുസൃതി എങ്ങനെയാണ് കാണുന്നത്? നാടകം, സിനിമ, അങ്ങനത്തെ കാര്യത്തിലൊന്നും ആണ് ഒട്ടും പ്ലാൻ ഇല്ലാത്ത. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വർക്കിൻ്റെ കാര്യത്തിലായിരിക്കും ചിലപ്പോൾ എനിക്ക് പ്ലാനേ ഇല്ല എന്ന് മാത്രം. ഒട്ടുമില്ല കേട്ടോ, ഒരിക്കലും പണ്ടുമില്ല ഇപ്പോഴില്ല. ഏതെങ്കിലും മൊമെൻറ്റിൽ പോലും ഇപ്പോഴും ആനന്ദ് എൻ്റെ പാർട്ട്ണറായിരുന്ന അദ്ദേഹം ആളിങ്ങനെ ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഷോറിയിലൊക്കെ ഉണ്ടാക്കി തന്നു, അവിടെ കൊടുക്കുക. ഞാൻ അത് നോക്കിയിട്ട് പോലുമില്ല ഇപ്പോഴും. എനിക്ക് അങ്ങനത്തെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ആളെയല്ല, പ്ലാൻ ഉള്ളതെല്ലാം വേറെ കാര്യങ്ങൾക്കാണ്. ഒരു ചെറിയ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെടി വെക്കാം. എനിക്ക് ചെടി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നടാനൊക്കെ. അങ്ങനത്തെ കാര്യമാണ് കിനാവ് കാണാൻ ഇഷ്ടം എനിക്ക്. ഞാനിങ്ങനെ നടന്നു പോകുന്നു, അവിടെ ഒരു മാർക്കറ്റ് കാണും, നമ്മൾ എന്നിട്ട് ഇതൊക്കെ മേടിക്കും, എന്നിട്ട് പച്ചക്കറികൾ, എന്നിട്ട് നമ്മൾ ഇത് നടും, എന്നിട്ട് അവിടെ ഫുള്ളൊരു പൂന്തോട്ടം ഉണ്ടാക്കണം, പിന്നെ വീട് ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ പിന്നെ ഡാൻസ് ചെയ്യാൻ പോകണം, നടക്കാൻ പോകണം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കിനാവും സ്വപ്നവും പ്ലാനും ഒക്കെ അതിലേ ഉള്ളൂ. അല്ലാതെ വർക്കിൻ്റെ കാര്യത്തിൽ ഇല്ല, എനിക്ക് ഒട്ടുമില്ല. കോമഡി ചെയ്യണം എന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ട്. അത് പക്ഷെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലും കോമഡി ചെയ്യാൻ വിളിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം. ഇപ്പോൾ ഒരു വെബ് സീരീസിന്റെ ഇത് പറഞ്ഞു, ഇനി മലയാള സിനിമയിൽ എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത്? എന്തെങ്കിലും അങ്ങനത്തെ പുതിയ പ്രോജക്റ്റുകൾ? ഒരു സിനിമ വന്നിട്ടുണ്ട്, അത് ഇങ്ങനെ പുതിയൊരു ഡയറക്ടറാണ്, ദിലീഷ് പോത്തനും ഷാജോൻ ചേട്ടൻ അവരൊക്കെയാണ് അഭിനയിക്കുന്നത്.
അത് വരും. അതല്ലാതെ ഒന്നും കമ്മിറ്റഡ് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പലതും അങ്ങനെ ചിലതൊക്കെ ഇപ്പം പണ്ട് 22 FKയിൽ ആഷിഖ് അബു വിളിച്ചിട്ടുണ്ടായിരുന്നു റീമയുടെ അനിയത്തി ആ ക്യാരക്ടർ ചെയ്യാം. പക്ഷെ അന്ന് എനിക്ക് പറ്റില്ല, ഞാൻ ഇതുപോലെ പുറത്തൊക്കെ ആയിരുന്നു. അപ്പം ചില സമയത്ത് വരുമ്പോൾ നമ്മളില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണം, അപ്പോഴാണ് വരാത്തത്. ഇപ്പം അത് ഈ പറഞ്ഞൊരു മലയാള സിനിമ മാത്രമേ സിനിമയായിട്ട് മലയാളത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ കോൺട്രാക്ട് ഒന്നും സൈൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ പറഞ്ഞു വെച്ചാൽ അത് എനിക്കിപ്പോൾ അറിയില്ല. തൽക്കാലം ഓൾറെഡി കമ്മിറ്റഡ് ഒരു ഹിന്ദി സീരീസൊക്കെ ഉണ്ട്. അപ്പം സീരീസ് ആകുമ്പോൾ കുറേ സമയം പോകും. അപ്പം അത് കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പം എന്തെങ്കിലും വന്നാൽ ഇപ്പം ഒന്നുമില്ല. പ്ലാനുകളൊന്നും ഇല്ലാത്ത പ്ലാനുകളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ നടക്കട്ടെ, കുറെ കിനാവ് കാണട്ടെ, കിനാവിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഏറെ സന്തോഷം. ശരി ശരി, താങ്ക് യു.